ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൊങ്കാല ഇടാനായിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി തന്നെ അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ രാവിലെ വന്ന് കോലമൊക്കെ ഇട്ടു, പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഗാന്ധാരിയമ്മൻ കോവിൽ, അതായത് സ്റ്റാച്യൂവിൽ ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ ഭാഗത്താണ് പൊങ്കാല ഇടാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ്. 10-25 വർഷം കൊണ്ട്, എൻ്റെ അറിവായ ശേഷം ഞാൻ ഒരു 25 വർഷം കൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ തിരളിയുടെ പരിപാടികളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി, ശർക്കര, തേങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ശർക്കരയൊക്കെ ഓൾറെഡി പൊടിച്ച ശർക്കരയായിരുന്നു അത്, അതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ചിലവരൊക്കെ ഈ പൊങ്കാലയ്ക്ക് പഴം ഇട്ടിട്ട് തിരളി കുഴയ്ക്കുന്നത് തിരളിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്, വെള്ളം ഒഴിച്ച് തന്നെയാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ മാവൊക്കെ കുഴച്ചെടുക്കുകയാണ്. തിരളിയുടെ ഇല പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ മരമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൊങ്കാലയുടെ തലേന്ന് നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി കേട്ടോ രാത്രി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടാം. അപ്പോൾ ആ പോയ കൂട്ടത്തിലാണ് നമ്മൾ തിരളിയുടെ ഇലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തിരളിക്ക്. നമ്മൾ 1 കിലോൻ്റെ ഒരു തിരളി മാത്രമേ ഉണ്ടാക്കിയുള്ളേ. സാധാരണ 1 കിലോ ഒന്നും അല്ല കേട്ടോ, 3 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇപ്രാവശ്യം പിന്നെ അതിനൊന്നും പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1 കിലോൻ്റെ മാവിലാണ് നമ്മൾ ഈ തിരളി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പച്ച ഓലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈർക്കിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നമ്മൾ തിരളിയുടെ ഇലയിലേക്ക് കോട്ടി തിരളി വച്ച് അതിലേക്ക് നമ്മൾ കുത്തി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. അപ്പോൾ സാധാരണ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ചേച്ചിക്ക് ചില പ്രശ്നങ്ങൾ കാരണം പൊങ്കാല ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഉണ്ട്, എല്ലാം മേൽനോട്ടമൊക്കെ തന്ന് അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തിരളിയെല്ലാം നമ്മൾ ആ ഈർക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇഡ്ഡലിയുടെ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ, അശ്വതി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇപ്രാവശ്യം ഈ തിരളിയുടെ എല്ലാ പരിപാടികളൊക്കെ നോക്കിയത് കേട്ടോ. സാധാരണ ചേച്ചിയും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ തിരളി അടുപ്പിൻ്റെയൊക്കെ വെച്ചു. അപ്പോൾ ആച്ചു ഐഷൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഐഷ അവിടെ കേട്ട പാട്ടിന് ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അവരെയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പൊങ്കാല കത്തിക്കാനുള്ള സമയമായിട്ടില്ല, എല്ലാം നമ്മൾ റെഡിയാക്കി അടുപ്പിലൊക്കെ സെറ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി കത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് സമയം 10 മണിയാണ് കേട്ടോ. 10 മണിയാണ്, 10:15 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചേ. എൻ്റെ കുഞ്ഞമ്മയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി തന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ ഇതൊക്കെ ചേച്ചിയുടെ മോളുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ പൊങ്കാലയ്ക്ക് നമ്മളെല്ലാവരും ഒത്തുകൂടും, എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പോൾ ഇത് ചേച്ചിയുടെ മോളാണ് കേട്ടോ, പാറു. ഇത് ചേട്ടൻ്റെ മോൻ, ഇത് നമ്മുടെ ആച്ചു, ഇതെൻ്റെ വല്യമ്മ, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ വരെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് തണ്ണിമത്തനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. ആ സമയത്ത് പൊങ്കാല തീ കത്തിച്ച് നമ്മൾ പൊങ്കാല ഇടുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ പൊങ്കാല ഇടാനുള്ള സമയമായി. തീയൊക്കെ കത്തിച്ചു, അമ്പലത്തിൽ നിന്നുള്ള തീ കത്തിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പൊങ്കാല തുടങ്ങി, ഇനി എല്ലാവരും പൊങ്കാല ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിടുന്നത് ശർക്കര പായസം, അശ്വതി ശർക്കര പായസം, അമ്മ വെള്ളച്ചോറാണ് ഇടുന്നത്.
പിന്നെ തിരളി, അതെല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. രാവിലത്തെ ആ ഒരു സമയത്ത് തന്നെ നല്ല വെയിലുമായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. ഞാൻ ഈ അടുപ്പിൻ്റെ ഈ ഒരു ചൂട്ട് കത്തിച്ചങ്ങോട്ട് വച്ചത് ശരിയായില്ല, എല്ലാം കൂടെ ആളി കത്തിയിട്ട് എൻ്റെ അമ്മേ എൻ്റെ പുറമൊക്കെ നല്ല പോലെ തീ അടിച്ചേട്ടാ. ഞാൻ അവിടെ കിടന്ന് ഓട്ടമായിരുന്നു. പിന്നെ ഈ സാരിയൊക്കെ ഉടുത്തിട്ട് നമുക്കിത് ഭയങ്കര പാടായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ അശ്വതിയാണ് എൻ്റെ അടുപ്പിലേക്ക് ആ തീയൊക്കെ നീക്കി വെച്ചത്. ഭയങ്കരമായിട്ട് ആളി കത്തിപ്പോയി. പിന്നെ ചൂട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചൂടും ഒക്കെയാണ്, പക്ഷേ എന്തോ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായിപ്പോയി. അങ്ങനെ നമ്മൾ പൊങ്കാലയൊക്കെ നല്ല രീതിയിൽ എല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 1 മണിയായപ്പം നിവേദിക്കാനും പോറ്റി വന്നു കേട്ടോ. അങ്ങനെ നിവേദ്യമൊക്കെ കഴിക്കും. ഇപ്രാവശ്യം നേരത്തെയാണ് പൊങ്കാല നിവേദിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ പൊങ്കാല, ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ നമ്മളിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ പൊങ്കാലയോട് അനുബന്ധിച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.